നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഏറെ ദുരൂഹതകൾക്കും അന്വേഷണങ്ങൾക്കും ഒടുവിലാണ് നാട്ടിൽ നിന്നും അക്രമി സംഘം തട്ടിക്കൊണ്ടുപോയ പ്രവാസി ഷാഫിയെ കർണാടകയിൽ നിന്ന് കണ്ടെത്തിയ വാർത്ത പുറത്തുവന്നത്. കർണാടകയിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘമാണ് ഷാഫിയെ കണ്ടെത്തിയത്. കർണാടക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അന്തർ സംസ്ഥാന ബന്ധമുള്ള കൊട്ടേഷൻ സംഘങ്ങളാണ് ഷാഫിയെ തട്ടിക്കൊണ്ടുപോയതെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടാണ് തട്ടിക്കൊണ്ടുപോകൽ എന്ന തടങ്കലിൽ വെച്ച് ഷാഫി തന്നെ പറയുന്ന വീഡിയോയും പുറത്തു വന്നിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. താനും സഹോദരനും ചേർന്ന് സൗദി രാജകുടുംബത്തിന്റെ 325 കിലോ സ്വർണം മോഷ്ടിച്ച് കടത്തിയെന്ന നിർണായക വെളിപ്പെടുത്തൽ നടത്തിയിട്ടും കൊട്ടേഷൻ സംഘത്തിൽ നിന്നും മോചിതനായ ഷാഫി ഇതേപ്പറ്റി ഒരക്ഷരം പോലും ഇതുവരെ മിണ്ടിയിട്ടില്ല. തന്നെ തട്ടിക്കൊണ്ടുപോയത് കൊടുവള്ളി സ്വദേശി സാലിയാണെന്നാണ് മുഹമ്മദ് ഷാഫിയുടെ മൊഴി. ഗൾഫിൽ വെച്ചുള്ള പണമിടപാടിന്റെ പേരിലാണ് തട്ടിക്കൊണ്ടുപോയത്. തട്ടിക്കൊണ്ടുപോയവർ ശാരീരികമായി തന്നെ ഉപദ്രവിച്ചു, ഭീഷണിപ്പെടുത്തിയാണ് വീഡിയോയിൽ സഹോദരനെതിരെ പറയിച്ചതെന്നും ഷാഫി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ സഹോദരൻ നൌഫലാണെന്ന് ആരോപിക്കുന്ന ഷാഫിയുടെ മറ്റൊരു വീഡിയോയും പുറത്തു വന്നിരുന്നു. തന്റെ സ്വത്ത് തട്ടിയെടുക്കുകയാണ് ലക്ഷ്യമെന്ന് സംശയിക്കുന്നതായും നൌഫലിനെ സൂക്ഷിക്കണമെന്ന് പിതാവ് പറഞ്ഞിരുന്നുവെന്നും ഷാഫി ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എന്നാൽ തട്ടിക്കൊണ്ടുപോയ സംഘം ഭീഷണിപ്പെടുത്തിയാണ് വീഡിയോയിൽ സഹോദരനെതിരെ പറയിപ്പിച്ചതെന്നാണ് ഷാഫി ഇപ്പോൾ പറയുന്നത്. ഈ വീഡിയോയ്ക്ക് തൊട്ടു മുൻപ് അജ്ഞാത സംഘത്തിന്റെ തടങ്കലിൽ വെച്ച് നിർണായക വെളിപ്പെടുത്തലായിരുന്നു ഇദ്ദേഹം നടത്തിയത്. ഇത് വലിയ ദുരൂഹതകൾക്കും വഴിവെച്ചിരുന്നു. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് വെളിപ്പെടുത്തിയ ഷാഫി താനും സഹോദരനും ചേർന്ന് സൗദി രാജകുടുംബത്തിന്റെ 325 കിലോ സ്വർണം മോഷ്ടിച്ച് കടത്തിയെന്നാണ് വീഡിയോയിൽ വെളിപ്പെടുത്തിയത്. ഇത് വളരെ ദുരൂഹതകൾക്കും ആശങ്കകൾക്കും വഴിവെച്ചിരുന്നു. പിന്നാലെ ഈ വീഡിയോയുടെ ഉറവിടം അന്വേഷിച്ച പോലീസ് മുന്നിട്ടിറങ്ങുകയായിരുന്നു. എവിടെ നിന്നാണെന്നോ ആരാണോ തട്ടിക്കൊണ്ടുപോയതെന്നോ വെളിപ്പെടുത്താത്ത 50 സെക്കൻഡ് ദൈർഘ്യമുള്ള ഈ വീഡിയോ സന്ദേശം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പുറത്തു വന്നത്. സൗദിയിൽ വെച്ച് ഷാഫി സ്വർണം കവർന്നെന്ന അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ പോലീസിന് വിവരം ലഭിച്ചിരുന്നു. വീഡിയോ കൂടി പുറത്തു വന്നതോടെ ഈ വഴിക്ക് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. ഷാഫി കഴിഞ്ഞ 10 വർഷത്തിനിടെ സൗദിയിൽ പോയിട്ടില്ലെന്നാണ് കുടുംബാംഗങ്ങൾ പറഞ്ഞത്. ഇവിടെയുള്ള സഹോദരന് ഇതിൽ ബന്ധമുണ്ടോ എന്ന് അറിയില്ലെന്നും ഇവരുടെ കുടുംബാംഗങ്ങൾ പ്രതികരിച്ചു. എന്തായാലും സൗദി രാജകുടുംബത്തിന്റെ ഈ 325 കിലോ സ്വർണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞ ഷാഫി ഇതേപ്പറ്റി ഇപ്പോൾ ഒരക്ഷരവും മിണ്ടുന്നില്ല. എന്തായാലും ഇതിൽ കൂടുതൽ വിവരങ്ങൾ ഷാഫിയിൽ നിന്ന് തന്നെ അറിയേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ ഇത്തരം കാര്യങ്ങളിൽ വിശദമായ വിവരം പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.